തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി ഹസൻകുട്ടി എന്ന മലയാളിയാണ്. വ്യക്തമായ മേൽവിലാസം ഇല്ലാത്ത ഇയാൾ പോക്സോ കേസിലും പ്രതിയാണ്. കമ്മീഷണർ ഉടൻ മാധ്യമങ്ങളെ കാണും. കൂടുതൽ വിവരങ്ങളുമായി അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തകൃഷ്ണൻ, ഉടൻ തന്നെ കമ്മീഷണർ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? ഈ പ്രതിയിലേക്ക് അന്വേഷണം എത്തിയത് എങ്ങനെയാണ്? മോത്തി, തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഇവിടെ കമ്മീഷണറുടെ പത്രസമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പ്രതിയും കമ്മീഷണർ ഓഫീസിലുണ്ട്. പ്രതിയുമായിട്ടാകും പോലീസ് പത്രസമ്മേളനം നടത്തുക. ഈ വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്ന പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവെക്കുകയും ചെയ്യും. നിലവിൽ ചില സൂചനകൾ മാത്രമാണ് നമുക്ക് ഈ പ്രതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 2 ആഴ്ച മുമ്പാണ് നാടോടി സംഘത്തിൽപ്പെട്ട 2.5 വയസ്സുകാരിയെ കാണാതാവുകയും പിന്നീട് നാടകീയമായി 20 മണിക്കൂറിന് ശേഷം കണ്ടെത്തുകയും ചെയ്യുന്നത്. ആ സംഭവത്തിലെ ദുരൂഹത ഇന്ന് ഉച്ചവരെ തുടരുകയായിരുന്നു. ഇന്ന് ഉച്ചയോടെയാണ് പോലീസ് ഈ പ്രതി പിടിയിലായി എന്നുള്ള വിവരം മാധ്യമങ്ങളുമായി പങ്കുവെക്കുന്നത്. വർക്കല അയിരൂർ വേറ്റിനാട് സ്വദേശിയായ ആളാണ് ഈ പ്രതി എന്നുള്ള സൂചനകളാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇയാൾക്ക് നേരത്തെയും പോക്സോ കേസുകളിലടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ്. അയിരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത 2022 രജിസ്റ്റർ ചെയ്ത ഒരു പോക്സോ കേസിലാണ് ഏറ്റവും ഒടുവിൽ ഇയാൾ പിടിയിലാകുന്നത്. ആ കേസിൽ റിമാൻഡിലായിരുന്നു. അതിനുശേഷം അടുത്തിടെയാണ് അയാൾ ആ കേസുമായി ബന്ധപ്പെട്ട് ജയിൽ മോചിതൻ ആകുന്നത്. അതിനുശേഷം അലഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ അലഞ്ഞു നടക്കുന്ന സമയത്താണ് ഈ പേട്ടയിൽ നിന്ന് ഈ കുട്ടിയെ തട്ടിയെടുക്കുകയും പിന്നീട് കുഞ്ഞിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയും ചെയ്തത്. ഈ പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായും അന്വേഷണം നടത്തിയിരുന്നത്. അതിൽ കഴിഞ്ഞ 3-4 ദിവസത്തിനുള്ളിൽ ലഭിച്ച ചില ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടാവുന്ന, വഴിത്തിരിവുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത്. ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഇന്ന് രാവിലെയോടെയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ള സൂചനകളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി എന്ത് ഉദ്ദേശത്തിലാണ് ഈ കുട്ടിയെ തട്ടിയെടുത്തത്, അത് ഉപദ്രവിക്കാൻ തന്നെയാണ് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ എന്ത് കാരണത്താലാണ് ഉപേക്ഷിച്ചത്, അവിടെ നിന്ന് രക്ഷപ്പെടാനുണ്ടായ കാരണമെന്ത്, അത് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരം പോലീസിൽ നിന്ന് ലഭിക്കുന്നില്ല. കുഞ്ഞ് കരഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു പോയി എന്നുള്ള സൂചനകളുണ്ടെങ്കിലും അതിനപ്പുറം മറ്റു ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ള സൂചനകൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതൊരു സസ്പെൻസായി തുടരുകയാണ്. എന്താണ് പ്രതി കുഞ്ഞിനെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടത്, എന്തുകൊണ്ടാണ് ആ കുഴിയിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അതിൽ ചില സംഭവ വികാസങ്ങൾ അവിടെ ഉണ്ടായി എന്നുള്ള സൂചന പോലീസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് കൃത്യമായി വിവരങ്ങളില്ല. അത് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും 2 ആഴ്ച മുമ്പ് കേരളത്തെ മുൾമുനയിൽ നിർത്തിയ, ഒരു പകൽ മുഴുവൻ ആകാംക്ഷയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് ബീഹാർ സ്വദേശികളായ നാടോടി സംഘത്തിൻ്റെ കുഞ്ഞിനെ അപഹരിച്ച സംഭവം, കുഞ്ഞിനെ കാണാതായ സംഭവം. അന്ന് പകൽ മുഴുവൻ പോലീസ് തിരുവനന്തപുരം ജില്ലയിലൊട്ടാകെ, അന്യ ജില്ലകളിലൊട്ടാകെ, തമിഴ്നാട്ടിലൊട്ടാകെ അന്വേഷണം നടത്തിയിരുന്നു. പക്ഷേ വൈകുന്നേരം 7:15 കൂടിയാണ്, ഏതാണ്ട് 20 മണിക്കൂറിന് ശേഷമാണ് ഈ നാടോടി സംഘം തമ്പടിച്ചിരുന്ന പറമ്പിൽ നിന്ന് ഏതാണ്ട് 300 മീറ്റർ മാത്രം അകലെയുള്ള ഒരു കാട് പിടിച്ച സ്ഥലത്തെ ഓടയിൽ നിന്ന് കുഞ്ഞിനെ സുരക്ഷിതമായി ലഭിക്കുന്നത്. ആ കുഞ്ഞിനൊരു പോറൽ പോലും ഏറ്റിരുന്നില്ല. പക്ഷേ ആ കുഞ്ഞ് അവിടെ എത്തി എന്നുള്ളത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം പോലീസ് നടത്തി. ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കുഞ്ഞിൻ്റെ രക്ഷിതാക്കളിലേക്കും ഒപ്പം തന്നെ ആ സംഘത്തിൽപ്പെട്ട ആൾക്കാരിലേക്കുമൊക്കെ അന്വേഷണം നീണ്ടു. കുഞ്ഞിൻ്റെ DNA പരിശോധനയ്ക്ക് രക്തസാമ്പിൾ എടുത്തത് അതിൻ്റെ പരിശോധനാ ഫലം കാത്തിരിക്കുകയാണ്. അങ്ങനെ വിശദമായ അന്വേഷണം, കാരണം കുഞ്ഞ് എങ്ങനെയാണ് ആ കുഴിയിലെത്തിയത് എന്നുള്ളത് ഉത്തരം പോലീസിന് തേടേണ്ടതുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഒറ്റയ്ക്ക് നടന്നുപോയി എന്നുള്ളൊരു അനുമാനമാണ് ഏറ്റവും ഒടുവിൽ പോലീസ് എത്തി നിന്നത്. പക്ഷെ അതും ഈ പൊരുത്തപ്പെടുന്ന ഒരു വിവരം ആയിരുന്നില്ല. കാരണം ഈ രാത്രിയിൽ, അർദ്ധരാത്രിയിൽ ഒരു വെളിച്ചവുമില്ലാത്ത വളരെ ദുർഘടമായ ഒരു വഴിയിലൂടെ നടന്ന് റെയിൽവേ ട്രാക്കിൽ കയറി ഒരു 2 വയസ്സുള്ള കുഞ്ഞ് എങ്ങനെയാണ് ഈ കുഴിയിലേക്ക് എത്തുക എന്നുള്ളത് അപൂർണമായ ഒരു വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അപ്പോഴും പോലീസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തോടു കൂടി ഈ ചിത്രത്തിൽ കൂടുതൽ വ്യക്തത നമുക്ക് ലഭിക്കുമായിരിക്കണം.